ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടുകൂടി വന്ദനം ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവ് നൽകിയ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുന്ന ആലോചന, ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ ഉദ്ദേശം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം വലുതാണ്, ഭയങ്കരമാണ്, വ്യത്യസ്തമാണ്. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തിൽ നിന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചപ്പോൾ പറഞ്ഞൊരു വചനമുണ്ട്. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് തരാൻ പോകുന്ന ആലോചന, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്പെഷ്യൽ പർപ്പസ് നിങ്ങളെക്കുറിച്ചുണ്ട്. ഇവിടെ ദൈവത്തിന്റെ ഭക്തൻ ഈ വാക്ക് പറയുമ്പോൾ തൻ്റെ ഉദ്ദേശവും, ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞതിൻ്റെ പിന്നില് അദ്ദേഹം കടന്നുപോയ വലിയ യാതനയുടെ ചരിത്രമുണ്ട്. വലിയ യാതന, നമ്മുടെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ നരകയാതനയുടെ ഒരു ചരിത്രം. ആ അനുഭവത്തെ വെച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ കടന്നുപോയ ആ യാതനകൾ അത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. ആ ഉദ്ദേശത്തിനകത്ത് ദൈവത്തിന് എന്തൊക്കെയോ സാധിപ്പിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ആമേൻ. പ്രിയമുള്ളവരെ, മറുപടി കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറ്റി? ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഭക്തനായ മനുഷ്യൻ എന്താ ഇങ്ങനെ പറ്റിയത്? ദൈവം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത നീതിമാനായ മനുഷ്യൻ എന്താ ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ അതൊക്കെ ഒരു ചോദ്യമായിട്ടാണ് നിന്നത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട് യോബിന്റെ പുസ്തകത്തിൽ. എന്നാൽ അദ്ദേഹം കഷ്ടതയിൽ കൂടെ കടന്നുപോയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മറുപടിയാണ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടല്ല, അദ്ദേഹത്തിന്റെ മറുപടിയാണ്, ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. എന്നെ അങ്ങനെ പ്രതിസന്ധി കൂടെ ദൈവം കടത്തിവിട്ടെങ്കിലും അതൊന്നും അസാധ്യമല്ലായിരുന്നു, വെറുതെ അല്ലായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമായിരുന്നു. ഇത് ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ഒരു അവസാനം ഇങ്ങനെ പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഈ കഷ്ടത കൊണ്ടും ശോധന കൊണ്ടും നിങ്ങൾ തകരില്ല. ഇതല്ല നിങ്ങളുടെ അവസാനം. ഈ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ, മുറിപ്പെടുത്തുന്ന വിഷയങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ല അവസാനമല്ല. ചിലപ്പോൾ ചിന്തിക്കും, ഇതോടുകൂടി തീരാൻ പോവുകയാണ്, ഇതൊരു ദുഃഖപര്യവസായിയായി തീരുകയാണ്, ഒരു ട്രാജഡി ആകുമെന്നൊക്കെ പലരും പറഞ്ഞേക്കാം. പക്ഷേ ഇത് അവസാനമല്ല. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇയ്യോബിന് ദൈവം വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുപിരിക്കുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് നിങ്ങൾ കേട്ടു, അവന് ദൈവം വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. അപ്പോൾ ദൈവം വരുത്താൻ പോകുന്ന ഒരു അവസാനമുണ്ട് സഹോദര. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വരുത്താൻ പോകുന്ന ഒരു ശുഭ പര്യവസാനമുണ്ട്. ഈ കഷ്ടതയോ അവസാനമല്ല, ഈ ശോധന അവസാനമല്ല, ഈ അപവാദത്തിന്റെ നാളുകൾ അവസാനമല്ല. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു കാലമുണ്ടെന്നേ. എല്ലാവരുടെയും ജീവിതത്തിലല്ല, ദൈവത്താൽ മാനിക്കപ്പെടാനുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ കടത്തിവിടുന്ന ഒരു കാലമുണ്ട്. എല്ലാവരെയും കടത്തിവിടുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും സത്യം തെളിയിക്കപ്പെടാനും ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം അവന് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്ന പഴയ നിയമത്തിലല്ല പറഞ്ഞത്, പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് നിങ്ങൾ നാളുകളിൽ പറയുന്ന രീതിയിൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ ചേഞ്ച് ആക്കും. ദൈവം നിങ്ങളുടെ ശൂന്യതകളെയും ശോധനകളെയും ദൈവം ചേഞ്ച് ആക്കും. അതിന്റെ ഒരു റിസൾട്ടും ദൈവിക പ്ലാനും ദൈവം വെളിപ്പെടുത്തും. വെറുതെ നിങ്ങളെ വേദനിപ്പിച്ചും പീഡിപ്പിച്ചും കഷ്ടപ്പെടുത്തിയും സന്തോഷിക്കുന്നവനല്ല ദൈവം. മനസ്സോടുകൂടിയല്ല അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. ആ ദുഃഖത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് അവൻ തെളിയിക്കുന്ന ജീവിതാനുഭവം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളെ തൽക്കാലത്തേക്ക് പോസ് ചെയ്ത് വെക്കുക. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് തൽക്കാലത്തേക്ക് മറുപടി കൊടുക്കണ്ട. ആമേൻ. ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നല്ലോ നല്ലത്, അത് നടന്നല്ലോ എന്ന് പറയുന്ന രീതിയിൽ അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സകലതും കഴിയും. ആമേൻ. ദൈവത്തിന് സകലതും കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമെന്ന് തോന്നും. ഇതൊക്കെ എന്തിനാ ദൈവം ചെയ്യുന്നതെന്ന് തോന്നും. എന്തിനാ എന്നെ ഇങ്ങനെ അനുവദിക്കുന്നൊക്കെ തോന്നും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ
ഒരു ദൈവപ്രവൃത്തിയോ ദൈവമഹത്വമോ ആയി മാറാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ നിന്നു കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നെങ്കിൽ. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ ഒരു കാര്യം, ഒരു പദ്ധതിയോ അസാധ്യമല്ല. യെശയ്യാപ്രവാചകൻ 55-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ വഴികൾ ഉയർന്ന വഴികളാണ്, ഉന്നതമായ വഴികളാണ്. ആമേൻ. നാം ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതുമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യം വെച്ചായിരിക്കും നമ്മൾ നമ്മുടെ ഭാവിയെ കാണുന്നത്, നാളുകളെ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പശ്ചാത്തലങ്ങളെ വെച്ചായിരിക്കാം നമ്മുടെ വരും കാലങ്ങളിൽ എന്താ നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മൾ ഒരു പക്ഷെ ഗണിക്കുന്നതും മറ്റുള്ളവർ പറയുന്നു. നിങ്ങൾ അസാധാരണമായിട്ട് ഏതെങ്കിലും ഒരു നന്മ അനുഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം പറയില്ലേ, അവനോ അവരോ ഇതെങ്ങനെ എന്ന് പറയില്ലേ? അപ്പൊ ഒരു പരിധി എല്ലാവരും വെച്ചിട്ടുണ്ട്, അത് സ്വന്തമായി നമ്മളും വെച്ചിട്ടുണ്ട്. എൻ്റെ സാഹചര്യം ഇതാണ്, ഞാൻ വളർന്ന സാഹചര്യം ഇതാണ്, എൻ്റെ വരുമാനം ഇതാണ്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉള്ളൂ. ഉറപ്പായി ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ നാമത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ ആർക്കും ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ഭുതകരമായതും ശ്രേഷ്ഠമായതുമായിരിക്കും. അതാ ദൈവത്തിന് ഞാൻ ആ വചനം തെളിയിച്ചു പറയുക. നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഉയർന്ന വഴി തന്നെ, അത് അളക്കാൻ കഴിയാത്തതാ. യാക്കോബിനെ ഒരു രാജ്യമാക്കുന്നൊന്നും ആരും ചിന്തിച്ചില്ല. യാക്കോബിന്റെ പേരിൽ രാജ്യം അറിയപ്പെടാൻ പോകുന്നു, അവന്റെ 12 മക്കളെ കൊണ്ടാണ് ആ രാജ്യം വികസിപ്പിക്കാൻ പോകുന്നു, ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ദൈവം അവന് വേണ്ടി കരുതിയത് അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. നിന്നു കൊടുക്കുക തൽക്കാലത്തേക്ക്. ആമേൻ. കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തെ പഴിക്കരുത്, കുറ്റം പറയരുത്. ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സകലതും കഴിയും. അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഇന്നെന്നെ പിന്നെ അങ്ങനെ ഇട്ടേക്കുന്ന അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇന്നെന്നെ മറുപടി ഇല്ലാത്ത അതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ദൈവം നിങ്ങൾക്കൊണ്ട് ഇടപെടും. ഹല്ലേലൂയ. യോബിന്റെ സഹോദരന്മാരൊക്കെ എന്താ പറയുന്നത്, ദൈവത്തിന് വിഹിതമല്ലാത്ത രീതിയിലാണ്. കർത്താവ് പറയാണ്, എനിക്ക് വിഹിതമല്ലാത്ത രീതിയിൽ നീ എന്തിനാണ് അവിടെ പോയി പ്രസംഗിച്ചേ? അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അല്ലാത്ത കാര്യങ്ങൾ എന്തിനാ പ്രസംഗിച്ചെന്ന് ചോദിച്ചത്. നമ്മൾ പോയി തിരിച്ചു എന്ന് ക്ഷമയോദിക്കും. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് തെറ്റായി പറഞ്ഞവരും വ്യാഖ്യാനിച്ചവരൊക്കെ ദൈവസന്നിധി ക്ഷമയോദിക്കട്ടെ. അത് അവർക്കുള്ള അവസരം ദൈവം കൊടുക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിരിച്ചു പറയണ്ട, ദൈവത്തെ സംശയിക്കണ്ട, അവിശ്വസിക്കണ്ട. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ദൈവത്തിന് സകലതും കഴിയും. അത് തന്നെ വിശ്വസിക്കുക. എല്ലാ നന്മയ്ക്ക് വേണ്ടി ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ. പ്രിയ കർത്താവേ, ഇന്നത്തെ ഈ സന്ദേശങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ടു. ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദൂത് കേൾക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചും ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ചും ഒക്കെയാണ് ഈ വചനം കേൾക്കുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായ, ഒരിക്കലും ആർക്കും അളക്കാൻ കഴിയാത്ത ദൈവികമായ വിചാരങ്ങളും വഴികളും വലുതായിരിക്കുക. സ്തോത്രം. അത് വെളിപ്പെട്ടു വരട്ടെ കർത്താവേ. അവിടത്തേക്ക് സകലതും കഴിയും, സകലതും കഴിയും, സകലതും കഴിയും. അവിടുത്തെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. അവിടുത്തെ ഉദ്ദേശം എല്ലാം നല്ല ഉദ്ദേശം, ദൈവികമായ പദ്ധതികൾ, ശ്രേഷ്ഠമായ പദ്ധതികൾ. അത് സംഭവിക്കട്ടെ, അത് വരട്ടെ, അത് ഞാൻ കാണും. അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സകലതും കഴിയും. അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവെക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.